അധികാരം ദുരുപയോഗം ചെയ്ത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച പോലീസ് ഉന്നതനെ സംരക്ഷിക്കുന്നതാരാണ്? സസ്പെൻഷനിലായ വടകര ഡിവൈഎസ്പി എ ഉമേഷിനെതിരെ ബലാത്സംഗത്തിന് കേസെടുക്കാതെ ആഭ്യന്തര വകുപ്പ് ഒളിച്ചു കളിക്കുന്നു. CI ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിന് പുറമെ ഇരയായ സ്ത്രീയും ഉമേഷ് ബലാത്സംഗം ചെയ്തെന്ന് വെളിപ്പെടുത്തിയിരുന്നു. പാലക്കാട് SP-യുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്തെങ്കിലും കേസോ മറ്റ് നടപടികളോ ഇല്ല. യുവതി പരാതി നൽകാത്തതിനാൽ കേസെടുക്കാൻ കഴിയില്ലെന്ന വിചിത്രവാദമാണ് പോലീസ് ഉന്നയിക്കുന്നത്. CPM-മായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉമേഷ് പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ മാസം 16-നാണ് ചെർപ്പുളശ്ശേരി CI ബിനു തോമസ് പോലീസ് ക്വാർട്ടേഴ്സിൽ ആത്മഹത്യ ചെയ്തത്. 32 പേജുള്ള ആത്മഹത്യക്കുറിപ്പിലായിരുന്നു നിലവിൽ വടകര ഡിവൈഎസ്പിയായ ഉമേഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുണ്ടായിരുന്നത്. 2014-ൽ ഉമേഷ് വടക്കഞ്ചേരി CI ആയിരുന്ന കാലത്ത് അനാശാസ്യത്തിന് പിടിച്ച യുവതിയെ കേസെടുക്കാതെ വിട്ട ശേഷം പിന്നീട് അവരുടെ വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നാണ് ബിനു തോമസ് ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരുന്നത്. അന്ന് SI ആയിരുന്ന തന്നെയും അവരുമായി സമയം ചെലവഴിക്കാൻ നിർബന്ധിച്ചു. അനാശാസ്യം പിടികൂടിയ വീടിന്റെ ഉടമയിൽ നിന്ന് ഉമേഷ് കൈക്കൂലി വാങ്ങിയെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു. ആത്മഹത്യക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഡിവൈഎസ്പി നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ ശരിയെന്ന് വ്യക്തമായി. ബലാത്സംഗത്തിനിരയായ സ്ത്രീയും ഉമേഷിനെതിരെ മൊഴി നൽകിയിരുന്നു. തുടർന്നാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത്. പോലീസ് എന്ന പദവി ഉപയോഗിച്ച് ഗുരുതരമായ കുറ്റകൃത്യം ഉമേഷ് നടത്തിയെന്നാണ് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. നിയമവിരുദ്ധ അധാർമിക നടപടികൾ ഉമേഷ് നടത്തിയെന്നും ഉത്തരവിലുണ്ട്. എന്നാൽ സസ്പെൻഷനിൽ നടപടികൾ ഒതുക്കുകയാണ് പോലീസും സർക്കാരും ചെയ്യുന്നതെന്നാണ് ആരോപണം. അതീവ ഗുരുതര വിവരങ്ങൾ ഉൾപ്പെടുത്തി പാലക്കാട് SP DGP-ക്കും സർക്കാരിനും റിപ്പോർട്ട് നൽകി ഒരാഴ്ചയോളമായിട്ടും തുടർ നടപടികൾ വൈകുകയാണ്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ DYSP-ക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കാമെങ്കിലും പോലീസ് ഇതിന് തയ്യാറായിട്ടില്ല. CPM-മായി അടുത്ത ബന്ധം പുലർത്തുന്ന DYSP ഉമേഷ് കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റാണ്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് കൈക്കൂലി വാങ്ങിയതും ലൈംഗിക ചൂഷണവും സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറാകാത്തത് ഉന്നതതല ഇടപെടൽ കൊണ്ടാണെന്നാണ് ആരോപണം. News 18 കോഴിക്കോട്.